എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. വളരെ കഷ്ടമായി പോയി. ഒരു നല്ലൊരു അത്താഴ വിരുന്ന് ഒരുക്കി കാത്തിരുന്ന നമ്മുടെ മുഖ്യനെ പ്രയാസത്തിലാക്കിയത് എന്തായാലും വിഷമമുള്ള കാര്യമാണ്. ഏതാണ്ട് ഒരു ചിലർക്ക് ഈ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അവർക്ക് പല ആഗ്രഹങ്ങളും മനസ്സിൽ തോന്നാറുണ്ട്. അതിനൊരു ഭാഗമായി തോന്നിയതൊന്നായിരുന്നു കുടുംബത്തിലെയും കൊച്ചുമക്കളൊക്കെ എല്ലാം നിർത്തി ഈ 3 പ്രഗത്ഭ വ്യക്തികളെയും വിളിച്ച് ഒരു ഡിന്നർ കൊടുക്കാമെന്ന് കരുതി, അത്താഴം. പക്ഷേ അത് സാധിക്കാതെ ആയിപ്പോയി. ഒരു കണക്കിന് ഇതിൽ മുഖ്യമന്ത്രിയെക്കാളും വിഷമം മറ്റാർക്കുമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവിനും ആ കൂട്ടർക്കുമാണ്. അവർ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ആ ഒരു വിരുന്ന്. ബട്ട് നടന്നില്ല. അങ്ങനെ അവരെങ്ങാനും വന്നിരുന്നെങ്കിൽ ഇന്നൊക്കെ എന്തായിരിക്കുന്നു കോലാഹലങ്ങൾ, ചിന്തിക്കാൻ പറ്റിയില്ല. സാരമില്ല, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് സാരമില്ല. ഇതിപ്പോൾ 3 പ്രഗത്ഭ വ്യക്തിക്ക് പകരം 6 പ്രഗത്ഭ വ്യക്തികളെ വെച്ചും ഇതേപോലെ നടത്തണമെന്ന് വിചാരിച്ചാൽ നടത്തിയിരിക്കും. അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവ് അത്ര പെട്ടെന്ന് അങ്ങോട്ട് സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ ഉദ്ദേശം മുഖ്യമന്ത്രിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ എന്താണ് ഈ 3 വ്യക്തികളും ഒരുമിച്ച് അതിൽ നിന്നും പിന്മാറിയതിൻ്റെ രഹസ്യം എന്താണെന്നറിയില്ല. ഒരു കാര്യം, ഈ പഹൽഗാമിൽ നടന്ന വെടിവയ്പ്പ് അത് അപ്രതീക്ഷിതമായിട്ട് വന്ന ഒന്നായിരുന്നു. ഒരുപക്ഷെ ആ ദുഃഖത്തിലെ കാരണം ഈ പ്രഗത്ഭ വ്യക്തികൾ ഇപ്പോഴത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്നവരുടെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അവർക്കതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു എന്താ പറയുക, സൽക്കാരങ്ങളിലോ മറ്റ് സന്തോഷകരമായ ഒന്നിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയല്ല. അതെന്തോ മുഖ്യമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നു വിചാരിക്കുന്നു. എന്തായിരുന്നാലും സംഭവിച്ചു, സാരമില്ല. തീർച്ചയായിട്ടും അടുത്തൊരു തവണ അതിനുള്ളൊരു സംവിധാനം ഉണ്ടായിത്തീരും. ഞങ്ങളെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇവിടെ കുറച്ച് അട്ടഹാസമൊക്കെ കാണിക്കുക വെച്ചാൽ അദ്ദേഹത്തിനും അത് നടക്കാതെ പോയി. അദ്ദേഹത്തിനും സങ്കടമുണ്ട്. സാരമില്ല, പ്രതിപക്ഷ നേതാവെ ശകലം സമാധാനപ്പെടുക. പക്ഷെ ഇപ്പോഴുള്ളൊരു വലിയൊരു കോലാഹലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലിഫ് ഹൗസിലും ബാംബു ഫിഷിനെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ ഇതിൻ്റെ കാരണങ്ങളാണെന്നറിയില്ല. നമ്മൾ കേരളത്തിൽ ട്രിവാൻഡ്രം വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ പലയിടത്തും ബാംബു ഫിഷിനെ വന്നിരിക്കുന്നു. ഇതെന്താ കുഴപ്പമെന്നറിയില്ല. അപ്പോൾ നമ്മുടെ മുഖ്യനെ ഇതിനുകൊണ്ട് ശകലം ടെൻഷനാണ്. ആ ടെൻഷൻ കൊണ്ടാണ് പാവം ശ്രീമതി ടീച്ചറോട് പറഞ്ഞാൽ തൽക്കാലം നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട, അത് ഇദ്ദേഹം തന്നെ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും നമ്മുടെ മാത്യു കുഴൽനാടനെ ഇപ്പോൾ കാണാനില്ല. അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ED ഓഫീസിൽ തീപിടിച്ചതിൻ്റെ ഭാഗമായി അവിടേക്ക് പോയിരിക്കുകയാണെന്ന്. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വീണ വിജയൻ അവരുടെ പേരിലുള്ള കേസിൻ്റെ റെക്കോർഡുകൾ കത്തി നശിച്ചെങ്കിൽ ഒന്നും കുഴപ്പമില്ല, അതിൻ്റെ കോപ്പികളെല്ലാം കുഴൽനാടിൻ്റെ കൈവശം ഉണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അവൻ അങ്ങനെ ED കാണാൻ പോയിരിക്കുകയാണ്. കാരണം ഈ കുഴൽനാടനും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ ഫ്രണ്ട്സാണ്, നല്ല രീതിയിലുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. എൻ്റെ വാസ്തവം എത്രയാണെന്ന് അറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ കേട്ടത് കുഴൽനാടൻ ഇപ്പോൾ ഇവിടെ ഇല്ല. ഈ ED ഓഫീസിൻ്റെ തീപിടുത്തമായി അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോയിരിക്കുകയാണെന്ന്. എന്തായാലും ശ്രീമതി ടീച്ചറിനെ കുറിച്ച് നമ്മുടെ ബേബി സഖാബ് ഒന്നും പ്രതികരിച്ചില്ല. എന്തായിരുന്നാലും അതിൻ്റെ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും നമ്മുടെ സുധാകരൻ സഖാബ് ഇതിനെ നല്ല രീതിയിലാണ് ആ സബ്ജക്റ്റ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തെടുത്ത് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ആർക്കാണ് ഇപ്പോൾ കഷ്ടകാലമെന്ന് അറിയില്ല.
ഒരു ചിലർക്ക് വലിയ ബുദ്ധിമുട്ടുകളും സമ്മർദ്ദവും ഉണ്ടാകുന്നതായിട്ടാണ് അറിയുന്നത്. എന്തായിരുന്നാലും ആർക്കെന്താണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാകണമെന്നില്ല. കാര്യം അദ്ദേഹം ജാളിയാണ്. ഇപ്പോൾ ഇന്നലെയോ 2 ദിവസത്തിന് മുമ്പ് തന്നെ കുടുംബസമേതം ഒരു ടൂറിസ്റ്റ് പോണ പോക്ക് പോലെ നമ്മൾ വിഴിഞ്ഞമൊക്കെ പോയി കറങ്ങി ചുറ്റി വന്നത് പത്രത്തിലൊക്കെ കണ്ടല്ലോ. എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ കാണിച്ചു. കാരണം അവർ കുടുംബസമേതം ഇപ്പോൾ എങ്ങോട്ട് ഒരുപാട് ദൂരെ വന്ന കണക്കാണത്. ഇപ്പോൾ ഈ അദ്ദേഹത്തിന് ഉദ്ഘാടനം കഴിഞ്ഞാലും പോകാമെന്നുള്ള കാര്യമുള്ളൂ. പക്ഷെ അതല്ല, മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കൊണ്ട് എല്ലാം കാണിച്ചു കൊടുക്കണം. ഇതെൻ്റെ വീരകൃത്യമാണ്. പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇതുവരെയായിട്ട് ഒരു ആക്ഷനും എടുത്തില്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചാണ്ടി അദ്ദേഹത്തെ കാണുമ്പോൾ ഒന്ന് പറയണം. ആ ചാണ്ടി എന്നുള്ള പേരിൽ ഇന്ന് ഇപ്പുറത്ത് ഉമ്മൻ എന്നുള്ള ചേർക്കലുണ്ട്. സോറി, കാരണം സ്വന്തം തന്ത അറിയാത്തൊരു മോനായിപ്പോയെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. പക്ഷെ അദ്ദേഹത്തെ അറിയുന്ന നമുക്ക് ഇത് പ്രതികരിച്ചേ പറ്റൂ. ഇനി അടുത്തെങ്ങാനും ഈ ചാണ്ടി ഇങ്ങനെ കറങ്ങി കിടക്കുകയാണ്. ഒരു പക്ഷേ അടുത്ത ഇലക്ഷന് നമ്മുടെ പിണറായി സഹാവ് വിളിച്ച് എവിടെയെങ്കിലും നിർത്തിയാൽ അതിശയിക്കേണ്ടിയില്ല. ചിലപ്പം എന്തോ അവിടെ വേറൊരു കഥാപാത്രം ഉണ്ടല്ലോ, ഈ ഉമ്മനെ തോപ്പിച്ച ഒരാളുണ്ടല്ലോ അവിടെ, ആ നാട്ടുകാരനാണല്ലോ, ജയ്ക്ക് എന്തോ, എനിക്ക് പേര് ഞാൻ ഓർക്കുന്നില്ല. ജയ്ക്കിൻ്റെ സ്ഥാനത്ത് ഇനി ഉമ്മൻ വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ട് ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഉമ്മൻചാണ്ടിക്ക് വേറെ ഉണ്ടല്ലോ, 2 കുട്ടികളുണ്ടല്ലോ, അതിന് ആരെങ്കിലും ഒരാളെ ശ്രമിക്കുക, അവർ നിൽക്കും, അവർ ജയിക്കും. ഇത് നമ്മൾ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ സാധനം ഇനി പലയിടത്തും പോയിരുന്ന പലതും വിളിച്ച് എന്തൊക്കെയൊക്കെ വിളിച്ച് പറയും. അത് ഈ ഉമ്മൻചാണ്ടി അറിയുന്നവർക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന കേസാണ്. അതുകൊണ്ട് കഴിഞ്ഞ ഇത്തിരി നേരത്തെ അങ്ങ് മാറ്റി നിർത്തിയിരിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ കുറച്ചെങ്കിലും ഈ മനസാക്ഷിയും തന്ത അറിയുന്നവരൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഈ തന്തയൊക്കെ മറന്നുപോയി പ്രവർത്തിക്കുന്നവരെ പാർട്ടിയിൽ നിർത്തി കഴിഞ്ഞാൽ ആ പാർട്ടിക്കൊരു ബുദ്ധിമുട്ടാണ്. അത് വളരെ ഒന്ന് ശ്രദ്ധിക്കുക. സോ എന്തായിരുന്നാലും ഈ അത്താഴ വിരുന്ന് മുടങ്ങിയതിൽ എല്ലാവരും ഖേദിക്കുന്നു. പ്രത്യേകിച്ച് ആ അത്താഴ വിരുന്നിലൂടെ ഒന്ന് സന്തോഷിക്കുമെന്ന് വിചാരിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പേരിലും നമ്മൾ ദുഃഖിക്കുന്നു. സാരമില്ല നേതാവേ, നിങ്ങൾക്കും കിട്ടുമൊരു ചാൻസ്. അത്താഴ വിരുന്ന് ഇവിടം കൊണ്ട് തീരുന്നില്ല, ഇനി കിടക്കുന്നതേ ഉള്ളൂ. പ്രോഗ്രാം പലതും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾ സാധിച്ചാൽ നമ്മുടെ ശ്രീമതി ടീച്ചറൊന്ന് കാണാൻ നിങ്ങളുടെ ഒരു സഹാനുഭൂതി അവരോട് പറയുക, വിഷമിക്കേണ്ട. എന്തായിരുന്നാലും ബേബി സഹാബ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും, എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിരിക്കും. പക്ഷെ ഇപ്പോഴും 2-3 ദിവസമായിട്ട് നമ്മുടെ ഗോവിന്ദൻ സഹാവിനെ കാണാനില്ല. അത് എവിടെയാണെന്നറിയില്ല, എന്തോ എനിക്കറിയില്ല. ഇപ്പം കൂടുതലും കേൾക്കുന്നത് നമ്മുടെ സഹാവ് ജി സുധാകരനെ കുറിച്ചാണ്. അദ്ദേഹം ലൈവായിട്ട് വന്നിപ്പോണ്ട്. അദ്ദേഹം ലൈവായിട്ട് നിൽക്കട്ടെ, കാണാം. ഈ അത്താഴ വിരുന്ന് നടക്കാതെ പോയതിൽ അങ്ങേറ്റം ഖേദിക്കുന്നു. ഇനി അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു മുന്നിലുണ്ട്. ലാൽ സലാം.